ഇതിന്റെ സ്റ്റാറിന്റെ വീഡിയോ എടുക്കണമെങ്കിൽ സ്റ്റാറിന്റെ അടുത്തേക്ക് പോകണ്ടേ? അത്രയും റിസ്ക് എടുക്കണോ? അതാ അതിന്റെ ഒരു രസം. വാ, ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട്. എടാ ബിബിനെ, എന്നാലും ഇത് ഭയങ്കര നാച്ചുറാലിറ്റി ആയി പോയി. നീ സമയങ്ങളല്ലേ, പെട്ടെന്ന് കാര്യം പറ. അതെ കൂട്ടുകാരെ, ക്രിസ്മസ് സ്റ്റാർ ഒരു ക്രിസ്തുമസ് മാപ്പ് ആയിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജ്ഞാനികളെ വഴികാട്ടിയ ക്രിസ്തുമസ് മാപ്പ്. മത്തായി സുവിശേഷകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് നമ്മൾ ആ ക്രിസ്തുമസ് മാപ്പിനെ കണ്ടെത്തുന്നത്. ബിബിൻ ബ്രദർ അത് വായിക്കും. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. അതെ, ബെത്ലഹേമിലെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശു ക്രിസ്തുവിലേക്ക് എത്തുന്നതുവരെയും ആ നക്ഷത്രം അവരെ നയിച്ചുകൊണ്ടിരുന്നു. ആദ്യം ഹെറോദേസിന്റെ കൊട്ടാരത്തിലേക്ക്, അവിടെ നിന്ന് ബെത്ലഹേമിലെ ആ കുന്നിൻ ചെരുവിലേക്ക്. സോ കോൾഡ് ക്രിസ്തുമസ് മാപ്പ്. ഇനി ഇതൊരു ക്രിസ്തുമസ് ടാസ്ക് ആയി നിങ്ങൾ എല്ലാവരും പൂർത്തീകരിച്ചില്ലേ? ഡിസംബർ 1 തന്നെ വിപണിയിൽ ഇറങ്ങിയ ഏറ്റവും പുത്തൻ നക്ഷത്രം വാങ്ങി വീട്ടിൽ ഒരുക്കുക എന്നുള്ള ടാസ്ക്. എന്നാൽ ഇതിനൊപ്പം ഒരു ചലഞ്ച് കൂടി ഈ സ്റ്റാർ തരുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ നക്ഷത്രത്തെ പോലെ വെളിച്ചമാകാൻ, ക്രിസ്തു ലോകത്തിന് വെളിച്ചമായിരുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ നക്ഷത്രം മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളും അതേ ക്രിസ്തുവിനെ പോലെ നക്ഷത്രമാകണമെന്ന് അവൻ നമ്മോട് പറയുന്നുണ്ട്. ഒപ്പം ഈ നക്ഷത്രത്തെ പോലെ ക്രിസ്തുവിലേക്ക് വഴികാട്ടുന്ന മാപ്പായി മാറാനും ഈ നക്ഷത്രം നമുക്ക് ടാസ്ക് തരുന്നുണ്ട്. ഇനി പഴയ നിയമത്തിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കിയാലോ? ബാലാം പ്രവാചകൻ ഇതുപോലെ ഒരു നക്ഷത്രത്തെ കുറിച്ച് സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞനുജന്മാർ ഒരുക്കിയ ഈ സ്റ്റാറിന് മുമ്പിൽ നിന്നുകൊണ്ട് വി ചാലഞ്ച് യു ബി എ സ്റ്റാർ.